ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ പെപ് ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫെയിലിയർ ഇസ് എ പാർട്ട് ഓഫ് ദ പ്ലാൻ. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നത് ഒരു പ്ലാനിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ പ്ലാനിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പരാജയപ്പെടുന്നത് ഒരു മോശം കാര്യവുമല്ല. ഇനിയിപ്പോൾ IAS പഠിക്കുന്നതുകൊണ്ട് തോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം അല്ല അത്. സോ സം പീപ്പിൾ ടേക്ക് സം ടൈം. രണ്ട് അറ്റംപ്റ്റ്, ചിലപ്പോൾ ഒരു അറ്റംപ്റ്റ് കാണുന്നത് 2-3 അറ്റംപ്റ്റ് ഒക്കെ എടുക്കാം. പക്ഷേ ഈ അറ്റംപ്റ്റ് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ, ഒരു ആസ്പിരന്റ് ഫെയിൽ ആവുമ്പോൾ ശരിക്കും അയാൾ എന്തുകൊണ്ട് ഫെയിൽ ആയി എന്നുള്ള ഒരു കാരണം അനലൈസ് ചെയ്യുന്നത് കുറവാണ്. ഞാൻ തോറ്റു, എനിക്ക് പഠിത്തം കുറച്ച് കുറവുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ശരിക്കും ഒരു അറ്റംപ്റ്റ് കഴിയുമ്പോൾ ശരിക്കും കുറച്ച് ടൈം, മേ ബി ഒരു 2-3 ആഴ്ചയൊക്കെ ശരിക്കും ഇതിനു വേണ്ടി ഇരുന്ന് അനലൈസ് ചെയ്യണം. എവിടെയാണ് എനിക്ക് പോയത്, പഠിച്ചതിലാണോ പ്രിപ്പറേഷനിലാണോ? ഇനി അത് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ മെന്ററിങ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട്. 2 അറ്റംപ്റ്റ് 5 അറ്റംപ്റ്റ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. സോ ചിലപ്പോൾ കണ്ടന്റ് ആയിരിക്കും. സോ അത് ഫിഗർ ഔട്ട് ചെയ്യണം, അതിനൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫെയിലിയർ ഒരു പ്ലാൻ ആണെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഒന്നും കൂടെ ബൗൺസ് ബാക്ക് ചെയ്ത് വരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാതെ വെറുതെ അറ്റംപ്റ്റുകൾ ഇങ്ങനെ വെറുതെ ഒരു വർഷം കളയരുത്. കൃത്യമായ ഒരു കണ്ടുപിടുത്തം, ഡിസ്കവറി ഉണ്ടാവണം. ഇതുകൊണ്ടാണ്, ഇന്ന കാരണങ്ങളാണ്, ആൻഡ് ദിസ് ഇയർ ഐ എം ഗോയിങ് ടു കറക്റ്റ് ഓൾ ഓഫ് ദം. ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ തോക്കില്ല.